അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളത്തിലെ വലിയ നടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലിന്റെയും വരാൻ പോകുന്ന സിനിമകളാണ്. മെയിനായിട്ട് 2026 2027 വരാൻ പോകുന്ന ചിത്രങ്ങളാണ്. ഇതിൽ ആരിക്കൊല്ലം തൂക്കുന്നു നമുക്ക് നോക്കാം. പിന്നെ ഈ ലിസ്റ്റിൽ നമ്മൾ ക്യാമിയോ ചെയ്ത പടങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ ചിത്രം അല്ലെങ്കിൽ ആദ്യ പടമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ പാട്രിയോട്ട് എന്ന സിനിമയാണ്. മെയ് 1 ഇറങ്ങാൻ പോകുന്ന ചിത്രം. 18 വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് പാട്രിയോട്ട്. നമ്മുടെ മഹേഷ് നാരായണത്തിന്റെ സംവിധാനത്തിൽ വരുന്ന ചിത്രത്തിൽ മ്യൂസിക് ഒരുക്കുന്നത് സുഷിൻ ശ്യാം തന്നെയാണ്. അപ്പോൾ സുഷിൻ ശ്യാമിന്റെയും ഒരു വർഷത്തിന് ശേഷമുള്ള ഒരു പടം കൂടിയാണ് ഈ പടം. പാട്രിയോട്ട് എന്ന ചിത്രം ശരിക്കും മമ്മൂട്ടി ചിത്രമാണ്. മോഹൻലാൽ ഇതിലൊരു ക്യാമിയോ റോളായിട്ടാണ് വരുന്നത്. ഈ പടത്തിൽ മമ്മൂട്ടി മോഹൻലാലും അല്ലാതെ തന്നെ ഫഹദ് ഫാസിലും അതേപോലെ കുഞ്ചാക്കോ ബോബൻ അതേപോലെ രേവതി അതേപോലെ നയൻതാരൊക്കെ ഈ പടത്തിൽ മെയിൻ റോളായിട്ട് വരുന്നുണ്ട്. ഈ പടത്തിൽ നിലവിലെ ഒരു സെൻസർ ബോർഡിന്റെ വിഷയം കൂടി വന്നിട്ടുണ്ട്. ഇഷ്ടത്തിലുള്ള ആരോ മകന്റെ പേരൊക്കെയാണ് ഈ പടത്തിൽ വില്ലന്റെ പേര് എന്ന് പറഞ്ഞാൽ ചില വിഷയങ്ങൾ സെൻസർ ബോർഡിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. സെൻസർ ബോർഡ് ശരിക്കും ഇപ്പോൾ ഭയങ്കര വിഷയമായിട്ട് വരികയാണല്ലേ. പടത്തിന് നിലവിൽ വലിയ ഹൈപ്പൊന്നുമില്ല, പക്ഷെ ഇവരെ ഒരു സ്ക്രീനിൽ ഒരു ഫ്രെയിമിൽ കാണാൻ എല്ലാ മലയാളികളും കാത്തിരിക്കുന്ന ഒരു പടം കൂടിയാണ് പാട്രിയോട്ട്. അപ്പോൾ പാട്രിയോട്ടിനാണ് വെയിറ്റ് ചെയ്യാം. ഈ മെയ് 1 ഇറങ്ങാൻ പോണത്. അപ്പൊ ഇനി മമ്മൂട്ടിയും മോഹൻലാലും പടങ്ങളാണ് നോക്കാൻ പോണത്. അതിൽ ആദ്യം മഹാനടൻ മമ്മൂട്ടിയുടെ വരാൻ പോകുന്ന ചിത്രങ്ങളാണ് ആദ്യം നോക്കാൻ പോണത്. അപ്പൊ ലിസ്റ്റിലെ ഒന്നാമത്തെ ചിത്രം ഈ പറഞ്ഞ പോലെ തന്നെ മഹേഷ് നാരായൺ ചിത്രം പാട്രിയോട്ടാണ്. അത് മമ്മൂട്ടി നായകനായി വരുന്ന ചിത്രമാണത്. പടാണ് ആദ്യം വരാൻ പോണ മമ്മൂട്ടി ചിത്രം. രണ്ടാമത്തെ ചിത്രം ഒരു ക്യാമിയോ റോൾ ചെയ്ത ചിത്രമാണ് ചത്താപ്പച്ച എന്ന സിനിമ. ചത്താപ്പച്ച സിനിമ ജനുവരിയിൽ ഇറങ്ങിയ ചിത്രം കൂടിയാണ്. ചിത്രത്തിൽ ക്യാമിയോ റോൾ അത്ര വർക്കായില്ല എന്ന് പറയാം. ചത്താപ്പച്ചയിലെ വാൾട്ടർ എന്ന ക്യാരക്ടർ എത്ര ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. നമുക്ക് മൂന്നാമത്തെ ചിത്രം നോക്കാം. മൂന്നാമത്തെ ചിത്രമാണ് പദയാത്ര എന്ന ചിത്രം. ഇതൊരു അവാർഡിൽ തൂക്കാനുള്ള മമ്മൂട്ടി അടുത്ത അവാർഡ് തൂക്കാൻ പോകുന്ന പടം മിക്കവാറും പദയാത്ര എന്ന ചിത്രമായിരിക്കും. അടുത്ത ഈ പടത്തിൽ പുതുതായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഗ്രേസ് ആന്റണി ഈ പടത്തിൽ പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. ഈ പടത്തിന്റെ ഷൂട്ടിംഗ് ഓൾറെഡി കഴിഞ്ഞ ഒരു ചിത്രം കൂടിയാണ്. നമ്മളെ അരുൺ ഗോപാലകൃഷ്ണനാണ് ഈ പടത്തിന്റെ ഡയറക്ടർ. ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇക്കൊല്ലം ഇറങ്ങാൻ പോണ അടുത്ത മമ്മൂട്ടി ചിത്രം കൂടിയായിരിക്കും പദയാത്ര എന്ന ചിത്രം. അടുത്ത പടം D55 അഥവാ ധനുഷിന്റെ 55ാമത് ചിത്രം. നമ്മളെ രാജ്കുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. ചിത്രത്തിൽ മമ്മൂട്ടി ഒരു പൊളിറ്റീഷ്യൻ ആയിട്ടാണ് വരാൻ പോകുന്നത്. കൺഫേം അല്ല. പിന്നെ ചിത്രത്തിൽ ശ്രീലീലയും അതേപോലെ തന്നെ സായ് പല്ലവിയൊക്കെയാണ് നായികയായിട്ട് വരുന്നത്. പറഞ്ഞ ഈ പടത്തിലും മമ്മൂട്ടി ഒരു ക്യാമിയോണ്. അടുത്ത 5ാമത് ചിത്രം ബ്ലാക്ക് 2.1 ആണ്. അതിലും മമ്മൂട്ടി ഒരു ക്യാമിയോ റോളാണ്. നമ്മളെ രഞ്ജിത്തിന്റെ പടം. നമ്മൾ അതിൽ സ്ക്രിപ്റ്റ് വരുന്നത് ഉദയകൃഷ്ണ തന്നെയാണ്. മെയിൻ റോൾ ആയിട്ട് പടത്തിൽ വരുന്നത് പ്രകാശ് വർമ്മയാണ്. ഓക്കെ. 6ാമത്തെ ചിത്രം നിതേഷ് സഹദേവും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രമാണ്. മമ്മൂട്ടി കമ്പനി ഒന്നിക്കുന്ന ചിത്രമാണ്. മമ്മൂട്ടി കമ്പനി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ഇറക്കി ചെയ്യാൻ പോണ സിനിമ കൂടിയാണ് ഈ ഒരു ചിത്രം. ചിത്രത്തിൽ അൽഫോൺസ് പുത്രനും സുരാജും പിന്നെ നമ്മളെ ജീവൊക്കെയാണ് ഈ സിനിമയിൽ താരങ്ങളായിട്ട് വരാൻ പോണത്. അപ്പൊ അടുത്ത ചിത്രത്തിൽ പോവാം. അടുത്ത ചിത്രമാണ് എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയി കാത്തിരിക്കുന്ന മട്ടാഞ്ചേരി മാഫിയ. നമ്മളെ ഖാലിദ് റഹ്മാന്റെ ചിത്രം. ഉണ്ട എന്ന സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടിയായി ഒന്നിക്കുന്ന അടുത്ത ചിത്രം കൂടിയാണ്. ആസിഫ് അലിയും നസ്ലിനും ഒക്കെ ഈ ചിത്രത്തിൽ മെയിൻ റോളായി വരുന്നുണ്ട്. മ്യൂസിക് ഡയറക്ടർ സുഷിൻ ശ്യാമാണ്. അടുത്ത ചിത്രം 8ാമത്തെ ചിത്രം CBIയുടെ 6ാം ഭാഗമാണ്. ഇത് ജോഫിൻ T ചാക്കോ ആണ് സംവിധാനം ചെയ്യാൻ പോണത്. ആഫ്റ്റർ പ്രീസ്റ്റിനും രേഖാ ചിത്രത്തിന് ശേഷം ജോഫിന്റെ പടം കൂടിയാണ്. ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത് നമ്മളെ രേഖാ ചിത്രത്തിന്റെ റൈറ്റർ ആണ്. 9ാമത്തെ ചിത്രം കണ്ണൂർ സ്ക്വാഡിന്റെ 2ാം ഭാഗം. കണ്ണൂർ സ്ക്വാഡ് 1ാമത്തെ ഭാഗം ഭയങ്കര ഹിറ്റ് ആയിരുന്നു. അതിന്റെ വിജയത്തെ തുടർന്ന് കൊണ്ട് തന്നെ 2ാം ഭാഗം കൺഫേം ചെയ്തിട്ടുണ്ട്. അത് ഷുവറാണ്. ഈ പടം വരും, പക്ഷെ ലാഗാണ്. കുറച്ച് ടൈം എടുക്കും ഈ പടം വരാൻ. ഈ പടം ഡയറക്ട് ചെയ്യണത് റോണി വർഗീസും. 10ാമത്തെ ചിത്രം മിഥുൽ മാനുവലും മമ്മൂട്ടിയും നിൽക്കുന്ന ചിത്രം. ഇതും കൺഫേമായ ഒരു ചിത്രം കൂടിയാണ്. ഈ ചിത്രം ഒന്നെങ്കിൽ പണ്ട് പറഞ്ഞ നമ്മുടെ കോട്ടയം കുഞ്ഞച്ചൻ എന്നൊരു ചിത്രത്തിന്റെ 2ാം ഭാഗം എന്നും പറയുന്നുണ്ട്. പക്ഷെ ഇത് ഒരിക്കലും കൺഫേം അല്ല. ഇതിന്റെ റേറ്റ്സുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിഷയങ്ങളുണ്ട്, അതൊന്നും കൺഫേം ആയ കാര്യമില്ല. അല്ലെങ്കിൽ ഇതൊരു ക്രൈം ത്രില്ലർ ആയിട്ടും വരാം. എന്തായാലും മിഥുൽ മാനുവലും മമ്മൂട്ടിയും ചിത്രം കൺഫേം ആണ്. ചില നേരത്തെ ഇവന്റെ വിടല് കേട്ടാണ്ടല്ലോ. ഇന്നലെ തന്നെ ഇവനൊരു ആമയെ കണ്ടു. എടാ ആമ എത്ര ഉണ്ടായിരുന്നു? അടുത്ത ചിത്രം 11ാമത് ചിത്രം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് പ്രൊഡക്ഷൻ ചെയ്യുന്ന ചിത്രത്തിൽ മമ്മൂട്ടി നായകനാവുന്ന കൺഫേം ആണ്. പക്ഷെ പടത്തിന് സ്ക്രിപ്റ്റും ഡയറക്ടറും കിട്ടിയിട്ടില്ല. ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാണ്. അടുത്തത് നമ്മുടെ അമൽ നീരദ് ചിത്രം. ഭീഷ്മപർവത്തിന് ശേഷം അമൽ നീരദും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രം വരാൻ പോവാണ്. അതും കൺഫേം ആണ്. ഇതൊരിക്കലും ബിഗ് ബി അല്ല. അത് ഓക്കെ ബൈ. ആരും ആലോചിച്ചിരിക്കണ്ട എന്നുള്ളത് ഇപ്പൊ തന്നെ പറയാം. ഇനി 13ാമത്തെ ചിത്രം നോക്കാം. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ പടം. ആഫ്റ്റർ നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിന് ശേഷം മമ്മൂട്ടിയുമായി നിൽക്കുന്ന അടുത്ത ചിത്രം. ഇതും ഒരു വില്ലൻ പരിപാടിയാണ് മമ്മൂട്ടി ചെയ്യാൻ പോണെന്നാണ് നമുക്ക് കിട്ടിയ ഒരു അപ്ഡേറ്റ്. അടുത്ത ചിത്രമാണ്. അടുത്ത മമ്മൂട്ടിയായിട്ട് രാഹുൽ സദാശിവനെ ഒന്നിക്കാൻ പോവാണ്. നമ്മളെ ബ്രഹ്മയുഗത്തിന് ശേഷം മമ്മൂട്ടിയായിട്ട് ഒന്നിക്കാൻ പോവാണ്. ജസ്റ്റ് ഈ ഒരു പടം അനൗൺസ് ചെയ്താൽ തന്നെ ഇതിന്റെ ഹൈപ്പ് മോൾക്ക് പോകുന്നുള്ള ഷുവറാണ്. ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടാൻ പോണ പടം കൂടിയും ഈ ഒരു പടത്തിനായിരിക്കും. ഡയസറയ്ക്ക് ശേഷം ഇപ്പോൾ പൃഥ്വിരാജും മഞ്ജു വാര്യറും രാഹുൽ സദാശിവന്റെ ഒരു പടം വരാനുണ്ട്. അപ്പോൾ അതിനുശേഷമായിരിക്കും മമ്മൂട്ടിയുമായിട്ടുള്ള പടം വരാൻ പോണത്.
15-ാമത്തെ ചിത്രം ലോകയുടെ 2ാം ഭാഗമാണ്. മൂത്തോൻ എന്ന ക്യാരക്ടർ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഈ ക്യാരക്ടർ എന്തായാലും അടുത്ത ഭാഗത്തിൽ ഉണ്ടാവും എന്നുള്ളത് 100% കൺഫേം ആണ്. 1ാം ഭാഗം ഇൻഡസ്ട്രി ഹിറ്റ് ആയിരുന്നു. അപ്പൊ 2ാം ഭാഗം 2027 വരാൻ പോകുന്നത്. ഷൂട്ടിംഗ് ഇക്കൊല്ലം ഡിസംബർ ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഈ പടത്തിൽ മൂത്തോന്റെ ഒരു ക്യാമിയോ നമുക്ക് പ്രതീക്ഷിക്കാം. ടൊവിനോ ആണ് നായകനായിട്ട് വരുന്നത് 2ാം ഭാഗത്തിൽ. അടുത്തൊരു റൂമർ പടമാണ് 16-ാമത്തെ ചിത്രം. ടിനു പാപ്പനും മമ്മൂട്ടിയും നിൽക്കുന്ന ഒരു പടം വരാണ്ട്. അത് കൺഫേം അല്ല, ജസ്റ്റ് റൂമർ ഫ്ലോയിൽ അങ്ങോട്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് മമ്മൂട്ടി വരാൻ പോകുന്ന ചിത്രം. ഏകദേശം 10-16 പടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളെ മഹാനടനായ മോഹൻലാലിന്റെ ലാലേട്ടന്റെ ചിത്രങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. അതും ഏകദേശം ഒരു 10-15 ചിത്രങ്ങളുണ്ട്. രണ്ടാളും കട്ടക്കാണ് പടം ഇക്കൊല്ലം ആദ്യം തന്നെ വരാൻ പോണ. ദൃശ്യത്തിന്റെ 3ാം ഭാഗം ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം. ഇതിൽ കൂടുതൽ ഞാൻ ഒന്നും പറയുന്നില്ല. മലയാളികൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന പടം കൂടിയാണ്. ഞാൻ ഇതിൽ കൂടുതലൊന്നും പറയില്ല. പടം മെയിലാണ് വരാൻ പോണത്. ഓക്കെ, ബാക്കി നമുക്ക് കണ്ടതിന് ശേഷം അറിയാം. 2ാമത്തെ ചിത്രം ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന ലാലേട്ടന്റെ മകളെ ചിത്രം. മോഹൻലാൽ ഉണ്ടെന്ന് അറിയാലോ. അത് ഓണത്തിനാണ് വരാൻ പോകുന്നത്. ഓക്കെ, 2ാമത്തെ ചിത്രം അത്. 3ാമത്തെ ചിത്രം നമ്മുടെ വൈശാഖി ചിത്രമായുള്ള ഖലീഫയിൽ ഒരു ക്യാമിയോ റോളാണ്. അത് നിങ്ങൾക്കറിയാലോ, പൃഥ്വിരാജിന്റെ ഒപ്പം ചെയ്യുന്ന ഒരു ക്യാമിയോ റോളാണ് മോഹൻലാലിന്റെ. ഖലീഫയ്ക്ക് 2ാം ഭാഗം ഉണ്ട്. ആ 2ാം ഭാഗത്തിൽ മോഹൻലാൽ മാത്രമാണ്. ഓക്കെ, അതും കൂടി ഞാൻ ഈ അവസരത്തിൽ പറയാണ്. ഓക്കെ, 4ാമത്തെ ചിത്രം അതിമനോഹരം, അഥവാ ലാലേട്ടൻ പോലീസ് വേഷത്തിൽ എത്തുന്ന ചിത്രം. നമ്മുടെ തരുൺ മൂർത്തിയുടെ പടം. ആഫ്റ്റർ തുടരും തരുൺ മൂർത്തിയുടെ പടം കൂടിയാണ് അതിമനോഹരം. അതിൽ പ്രകാശ് രാജും ഈ പറഞ്ഞ പോലെ തന്നെ ബിനു പപ്പും വീണ്ടും അവരെ സെയിം ടീം തന്നെയാണ് ഈ പടത്തിൽ വരാൻ പോകുന്നത്. ജെക്സ് ബിജോയ് മ്യൂസിക്കും. ഓക്കെ, ഇതാണ് 5ാമത്തെ ചിത്രം ജയിലറിന്റെ 2ാം ഭാഗം. ഇതില് ക്യാമിയോ റോളാണ് നെൽസൺ സംഭവം. 1ാം ഭാഗങ്ങൾ കണ്ടതായിരിക്കും. അതിൽ ചെറിയൊരു സീൻ നമ്മൾ കണ്ടിട്ടുള്ളൂ. 2ാം ഭാഗത്തിൽ കുറച്ചധികം സീനും നമ്മളെ മോഹൻലാലിന് നമ്മളെ ലാലേട്ടന് ഉണ്ട് എന്നുള്ളത് കൺഫേം ആണ്. ഈ പടം ഇക്കൊല്ലം വരാൻ പോണ ചിത്രമാണ്. ഓഗസ്റ്റിലാണ് പടം റിലീസ് ആവാൻ പോണത്. ഖലീഫയും ഓഗസ്റ്റിലാണ്. മോഹൻലാലിന്റെ ഒരുപാട് പടങ്ങൾ ഓഗസ്റ്റിൽ വരുന്നുണ്ട്. ഒരുപാടല്ല, 2 പടങ്ങളായിട്ട് ഒരു മാസം വരുന്നുണ്ട്. അത് ഓണത്തിന്. ഒന്ന് ജയിലർ 2ഉം പിന്നെ ഖലീഫയും. ഇനി നമുക്ക് 6ാമത്തെ ചിത്രത്തിൽ കിടക്കാം. 6ാമത്തെ ചിത്രം കത്തനാർ എന്ന ചിത്രമാണ്. ഓക്കെ, കത്തനാർ എന്ന ചിത്രത്തിൽ ജയസൂര്യ പടത്തിലും മോഹൻലാലിന്റെ ഒരു ക്യാമിയോ ഉണ്ട്. ഇതിലൊക്കെ ക്യാമിയോ ചെയ്യാനുള്ള കാരണം നമ്മളെ ഗോകുലം ഗോപാലനാണ്. അന്ന് എമ്പുരാനിലൊരു പെറിയ സഹായമാണ് അന്ന് അണ്ണൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ മോഹൻലാൽ ഇങ്ങനത്തെ പടങ്ങളിലൊക്കെ ക്യാമിയോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ ഗോകുലൻ അണ്ണന്റെ പടത്തിലൊക്കെ മോഹൻലാലിന് ക്യാമിയോ വരുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്ത പടം ഒറ്റക്കൊമ്പൻ സുരേഷ് ഗോപിയുടെ പടം മിഥുൻ മാനുവലാണ് സംവിധാനം ചെയ്യുന്നത്. ഈ ചിത്രത്തിലും ഗോകുലം ഗോപാലനാണ് പ്രൊഡക്ഷൻ വരുന്നത്. അടുത്ത ചിത്രം 8ാമത്തെ ചിത്രം ബബ്ബയുടെ 2ാം ഭാഗം. ഓക്കെ, ഇത് ബബ്ബയുടെ ഫസ്റ്റ് ഭാഗം വിജയിച്ചാൽ ഉണ്ടാവുന്ന അന്ന് തന്നെ നമ്മുടെ ധ്യാൻ ശ്രീനിവാസനൊക്കെ കൺഫേം ചെയ്ത കാര്യമാണ്. ഇതെന്തായാലും ഉണ്ടാവും എന്നുള്ളത് ദിലീപും ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. 9ാമത്തെ ചിത്രം മലയാളികൾ കൂടുതലായിട്ട് കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ഇത്, 2ാം ഊഴം. ഈ സിനിമ സംഭവിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഡയറക്ടറിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടി നമ്മളെ മണിരത്നം ഒക്കെ വരുന്നു എന്ന ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട്. കൺഫേം അല്ല. 10ാമത്തെ സിനിമ ദിലീഷ് പോത്തനും ലാലേട്ടനും ഒന്നിക്കുന്ന സിനിമ. ദിലീഷ് പോത്തൻ ഒരുപാട് കാലങ്ങളായിട്ട് പറയുന്ന സിനിമയാണ്. 11ാമത്തെ ചിത്രം നമ്മളെ RDX സംവിധായകൻ നഹാസ് ഹിദായത്ത്. RDX അല്ല, ഇപ്പോൾ ഐ ആം ഗെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോഹൻലാലുമായിട്ടാണ് അടുത്ത സിനിമ എന്നാണ് നമ്മൾ കേട്ടത്. ഓക്കെ, അപ്പോൾ ഇതും ജസ്റ്റ് റൂമർ മാത്രമാണ്. ആരും കൺഫേം ചെയ്യണ്ട. നഹാസ് ഹിദായത്ത് മോഹൻലാൽ അടുത്ത് പോയിട്ട് കഥ പറഞ്ഞിരിക്കണു എന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. അടുത്തത് നിവിൻ പോളിയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം വരാൻ പോകണം. ആഫ്റ്റർ കായംകുളം കൊച്ചുണ്ണി, അങ്ങനെ തോന്നുന്നു. കായംകുളം കൊച്ചുണ്ണിക്ക് ശേഷം 2 പേരും ഒന്നിക്കുന്ന സിനിമ. വിനീത് ശ്രീനിവാസനാണ് സംവിധാനം ചെയ്യാൻ പോണത്. ഓക്കെ, ഈ സിനിമയും ടൈം എടുക്കും വരാൻ. കാരണം ഇത്രയായി പറഞ്ഞപ്പോ തന്നെ 10-11 പടമായി. അടുത്തത് അമൽ നീരദും മോഹൻലാലും ഒരു സിനിമ വരുന്നുണ്ട് എന്ന് ഒരു ജസ്റ്റ് റൂമർ. ഓക്കെ, അടുത്ത സിനിമ 14ാമത്തെ സിനിമ പ്രിയദർശന്റെ 100ാമത്തെ ചിത്രം. 100ാമത്തെ സിനിമ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നു. അതിൽ മോഹൻലാൽ നായകനായിട്ട് വരുന്നു. പടം ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞ സിനിമയാണ്. പൂജ കഴിഞ്ഞ സിനിമയാണ്. ആശീർവാദ് പ്രൊഡക്ഷനിൽ വരുന്ന ചിത്രം കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും വരാൻ പോണ സിനിമകൾ. ഏകദേശം 10-30 പടം ഞാൻ ഈ ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടാവും. ഈ ലിസ്റ്റിൽ വിട്ടുപോയ ഒരുപാടധികം സിനിമകൾ ഇനിയുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഇത്ര നേരം വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ആരും കാണില്ല, 10-13 മിനിറ്റ് എന്തായാലും ഈ വീഡിയോ ആയിട്ടുണ്ടാവും. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, ഫുള്ള് കണ്ടു എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട്. 10 ദിവസം ഞാൻ വീഡിയോ ചെയ്യുന്നതല്ല, എക്സാം ആണ്. ഓക്കെ, അപ്പോൾ എക്സാം ആയിട്ടാവും നമ്മൾ വീഡിയോ ചെയ്യുക. അപ്പോൾ ഈ ചാനലിലെ അവസാനത്തെ വീഡിയോ ആയിരിക്കും ഈ മാസത്തെ. ഇനി ഞാൻ എന്തായാലും മെയ് 10-15 ആയിട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരിക. അപ്പൊ അതുവരെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. നമ്മൾ ചെറിയ ഷോർട്സ് ഒക്കെ ആയിട്ട് നമ്മൾ വരും എന്തായാലും. എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ താങ്ക് യു, ഒരുപാട് നന്ദി ഇത്രയും കാലം കൂടുന്നതിന്. അപ്പോൾ നമ്മൾ 1500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഓക്കെ, 1000
2-3 ദിവസം മുന്നായി 1500 ആയിട്ടുണ്ട്. നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അത്രേ പറയുള്ളൂ. One eternity later.